സല്യൂട്ട് സ്നേഹിതരെ. ഞാൻ IPS കിട്ടി കോട്ടയം ജില്ലയില് ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് പരിശീലന കാലയളവിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന്റെ SHO ആയി 3 മാസം ജോലി നോക്കിയിരുന്നു. ആ സമയത്തുണ്ടായ ഒരു രസകരമായ കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ഒരു സമർത്ഥയായ സ്ത്രീ പോലീസ് സ്റ്റേഷന്റെ സംവിധാനം ഉപയോഗിച്ച് അവളുടെ വഴിതെറ്റിയ ഭർത്താവിനെ തിരിച്ച് അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കഥയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ഒരുപാട് പരാതിക്കാരൊന്നും വരാറുണ്ട്. അപ്പൊ ഇവര് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മുഖത്ത് 2-3 അടിയൊക്കെ ആയിരുന്നു. കുറച്ച് വെളുത്ത സ്ത്രീയാണ്. മുഖത്തിന് അടിയേറ്റ പാടൊക്കെ ഉണ്ടായിരുന്നു. വളരെ താഴേക്കിടയിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണെന്ന് കണ്ടാൽ അറിയാം. കാരണം അവർ വേറെ ഒരു വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ഭർത്താവ് കൂലിപ്പനി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവരുടെ കരച്ചില് കണ്ടപ്പോ എന്റെ മനസ്സ് അലിഞ്ഞുപോയി. അപ്പൊ അവരുടെ കഥ ഇതാണ്. കല്യാണം കഴിച്ചിട്ടിപ്പോ 5-6 വർഷമായി. തീരെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് സ്നേഹമായിരുന്നു. പക്ഷെ കള്ളു കുടിക്കുമ്പോഴും അല്ലാതെ ദേഷ്യം വരുമ്പോഴും ഒക്കെ ഇവരെ ഉപദ്രവിക്കും, നല്ലപോലെ മർദ്ദിക്കും, കുട്ടികളെയും ചിലപ്പോൾ ഉപദ്രവിക്കും. കൂടാതെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന പൈസ എല്ലാം അവർക്ക് കൊടുക്കുന്നു, വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോയി അവർക്ക് കൊടുക്കുന്നു. ചോദിക്കുമ്പോൾ ഇവരെ ഭയങ്കര ക്രൂരമായി ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ള പരാതിയായിട്ടാണ് അവർ വന്നത്. ഞാൻ പറഞ്ഞു ശരി, 2 ദിവസം ഞാൻ അയാളെ വിളിപ്പിക്കാം, അതുവരെ നിങ്ങൾ പിടിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉപദേശിച്ചു വിട്ടു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ 2 പേരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അടുത്തടുത്തിരുത്തി സംസാരിച്ചു. അപ്പൊ ഭർത്താവ് ആദ്യമൊക്കെ നല്ല മര്യാദയ്ക്ക് സാറേ അങ്ങനൊന്നും ഇല്ല, അവള് വെറുതെ പറയുകയാണ്, എനിക്ക് ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൾ അങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ പിന്നെ നിങ്ങൾ മറ്റേ ഇത് എന്ത് ചെയ്തു, ഞാൻ കണ്ടല്ലോ, അവരെയും കൂടെ കുടക്കീഴി കയറ്റിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടല്ലോ, എന്റെ ബന്ധുക്കൾ കാണാറുണ്ടല്ലോ, നാട്ടിൽ പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പറയാൻ തുടങ്ങിയപ്പോ അയാൾക്ക് ദേഷ്യമായി. അപ്പൊ ഞാൻ പറഞ്ഞു തനിക്ക് നാണം ഇല്ലാടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ഒരു സ്ത്രീ ഓഫീസർ അയാളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ട് പരിചയം ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം, ബോധമൊക്കെ പോയപോലെ അയാൾ ദേഷ്യപ്പെട്ടു, എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഇടപെടുന്നത് എന്റെ സ്വകാര്യ കാര്യമല്ലേ, ഞാൻ എന്റെ പെണ്ണിനെ നോക്കുന്നുണ്ടല്ലോ, കെട്ടിയോളെ നോക്കുന്നുണ്ടല്ലോ, പോലീസ് ഇതിനകത്ത് അങ്ങനെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള മറ്റുള്ള സംസാരമായിരുന്നു. ഞാൻ പോലീസുകാരോട് വിളിച്ച് പറഞ്ഞു ഇയാളെ പിടിച്ച് ലോക്കപ്പിലിട്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം, കേസെടുക്കാം ഇയാൾക്കെതിരെ. ഇയാളെ ഭാര്യ അടിക്കുന്ന ആളാണ്, സ്ത്രീ പീഡനത്തിന് കേസെടുത്തിട്ട് ഇയാളെ അകത്താക്കണം, ഇവിടെ നിന്ന് നേരെ അയാളെ നമുക്ക് ജയിലിൽ വിടണം, അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ദേഷ്യപ്പെട്ട് അയാളെ പിടിച്ച് ലോക്കപ്പിലിട്ടു. അന്ന് ലോക്കപ്പിലൊന്നും ആരുമില്ല, സ്റ്റേഷൻ വളരെ ക്വയറ്റാണ്. എന്തായാലും കള്ളന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ലോക്കപ്പിൽ പിടിച്ച് അടച്ചിട്ട് പോയി. ഉച്ച നേരത്ത് ഞാൻ ഊണ് കഴിക്കാൻ ഞാൻ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഒരു ASIയുടെ ക്വാർട്ടേഴ്സ് ആയിരുന്നു അത്, അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ അവിടേക്ക് ഊണ് കഴിക്കാൻ പോയ സമയത്ത് ഈ സ്ത്രീ ഒരു വലിയ ചോറ്റുപാത്രത്തിൽ ചോറും കറികളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെയുള്ള പോലീസുകാരോട് ചോദിച്ചു, സാറേ ഞാൻ ഒന്ന് ഭർത്താവിന് കൊടുത്തോട്ടെ, രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയാൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്ന ഒരു ശീലമുണ്ട്, അങ്ങനെ അത് പെരുമാറിപ്പോയതാണ്, ഭക്ഷണം കൊടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവര് നിൽക്കുന്ന പോലീസുകാർ പറഞ്ഞു കയറി കൊടുത്തോളാൻ പറഞ്ഞു. സാധാരണ ഇതുപോലെ ലോക്കപ്പിൽ ഇടുന്ന ആൾക്കാർക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പക്ഷെ ഇയാൾക്കെതിരെ കേസ് ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് കൊടുത്ത ഭക്ഷണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോലീസ് അനുവദിച്ചതാകാനേ വഴിയുള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ച് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പൊ അവരുടെ ആൾക്കാർ എന്നോട് പറഞ്ഞ ആ സ്ത്രീ ഭർത്താവിന് ഭക്ഷണം കൊടുത്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടിട്ടൊരു ചിരിയും വന്നു. അന്ന് വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോയത്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് അവർ വീണ്ടും ഒരു ചോറ്റുപാത്രവുമായിട്ട് ഭർത്താവിനുള്ള ഭക്ഷണവുമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയാണ്, സാറേ ഒന്ന് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി. അപ്പൊ അതും ഞാൻ വിചാരിച്ചു വിചിത്രമായിരിക്കുമല്ലോ, അവർക്ക് സ്നേഹമുണ്ട് ഭർത്താവിനെ ഒന്നും ഇല്ലെങ്കിലും എന്ന് ഞാനും ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും ഇതുപോലെ പുതിയതായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാ പിന്നെ തുറന്നു വിട്ടേക്കാം, നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോകാമല്ലോ, നിങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ, അയാളും കുഴപ്പമില്ലാതെ കിട, ഒരു ദിവസം കിടന്നില്ലേ, വിട്ടേക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞു അയ്യോ വേണ്ട വിടണ്ട, കുറച്ചും കൂടെ കിടന്നോട്ടെ സാറേ, ഞാൻ നാളെ പറയാം സാറിനോട്. ഞാൻ ഒന്നും പറ്റില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്നാമത് കേസ് എടുത്തില്ല, ആരെങ്കിലും പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ വെറുതെ അയാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ശരി സാറേ എന്നാൽ ഞാൻ വൈകിട്ട് പറയാം, ഇപ്പൊ വിടണ്ട, ഇപ്പൊ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും അവര് ഭക്ഷണവുമായിട്ട് അയാളുടെ ലോക്കപ്പിന്റെ അടുത്തേക്ക്, അകത്തോട്ട് കയറാൻ സമ്മതിക്കില്ലല്ലോ, അകത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയപ്പോ അവര് കൈയൊക്കെ അഴിക്കുള്ളിൽ അകത്തോട്ടൊക്കെ ഇട്ട് അയാളെ തടവി എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു പോലീസുകാരനോട് അടുത്ത് നിന്ന് എന്താ അയാൾ പറഞ്ഞു എന്ന് ചോദിച്ചു. ലോക്കപ്പ് ഡ്യൂട്ടി ഉള്ള ഒരു പോലീസുകാരുണ്ട്. അപ്പൊ സ്ത്രീ എന്താണ് അയാളോട് പറയുന്നത് എന്ന് കേട്ടോ ചോദിച്ചപ്പോ പറഞ്ഞു അയ്യോ ഇവര് നിങ്ങൾ അടിച്ചോ, വേദനയുണ്ടോ, വിഷമമുണ്ടോ, ബാത്റൂമിൽ പോകാൻ പ്രയാസമുണ്ടോ, കുളിച്ചോ, രാവിലെ ഭക്ഷണം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ
അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണമായിട്ട് അവർ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് മതി, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവള് എന്നോട് പറഞ്ഞു വേണം അത് സാറേന്നാ വിളിച്ചേ. സാറേ അത് ഇപ്പോഴെങ്കിലും അയാൾക്ക് മനസ്സിലായി കാണുമല്ലോ, അയാൾക്ക് സ്നേഹമുള്ള പെണ്ണ്, അയാള് ഇപ്പൊ ഒരു പെണ്ണുമായിട്ട് പുറകെ നടക്കുന്നുണ്ടല്ലോ, ആ പെണ്ണ് അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ നാട്ടിൽ മുഴുവൻ പാട്ടായി എന്നെ അടിച്ചത് കൊണ്ട് ഇവൻ സ്റ്റേഷനിലാണെന്നുള്ളത് പാട്ടായി. അപ്പൊ ആ സ്ത്രീ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവരിലൊന്നും നോക്കിയത് പോലും ഇല്ലല്ലോ, ഒന്ന് അന്വേഷിച്ചു പോലും വന്നില്ലല്ലോ. അതേസമയം ഞാൻ ഈ 3 നേരവും വന്ന് അയാളോട് സ്നേഹത്തോടെ ഇരുന്ന് ഭക്ഷണം കൊടുത്ത് ഊട്ടുന്നില്ലേ, അപ്പൊ തീർച്ചയായിട്ടും അയാൾക്ക് തിരിച്ച് എന്നോട് വലിയ സ്നേഹം തോന്നേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം സാറ് തുറന്നു വിട്ടാൽ ഊണ് കഴിഞ്ഞിട്ട് വൈകിട്ട് എപ്പോഴെങ്കിലും സാറ് തുറന്നു വിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒരു വഴക്കൊക്കെ പറഞ്ഞിട്ട് വിട്ടാൽ മതി, നന്നായിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഈ സ്ത്രീ മാറി മാറിയാണല്ലോ പറയുന്നത്, ഒന്ന് അന്വേഷിച്ചേക്കാം, ഞാൻ അവരുടെ വേർഷൻ മാത്രമല്ലേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ 2 പോലീസുകാരെ വിട്ട് ആ പരിസര പ്രദേശത്ത് അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണ്, ഇടയ്ക്ക് അയാളെ വന്ന് മദ്യപിച്ചിട്ടൊക്കെ വന്ന് അടിക്കാറുണ്ട്. പക്ഷെ സ്നേഹമാണ്, കുട്ടികളെ ഒന്നും ഉപദ്രവിക്കുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല, കുട്ടികൾ കരയുന്നതും ഒന്നും കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ അയാൾക്ക് പ്രേമം ഉണ്ടെന്ന് പറയുന്ന സ്ത്രീ ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. കാരണം അതിന്റെ അടുത്ത വീട്ടിലും അടുത്തൊന്നും അങ്ങനെ ഒരു ചൊല്ലി കേട്ടില്ല. പക്ഷെ അയാളത് ഡിനൈ ചെയ്യാത്തിടത്തോളം കാലം ചിലപ്പോൾ കാണും. എന്നാലും ആ സ്ത്രീ ദൂരെയൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ അവൾ അറിഞ്ഞു പോലും കാണില്ല ഇയാളെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്ക് അറിയില്ലായിരിക്കും ഇയാൾ കല്യാണം കഴിച്ച ആളാണെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും സ്ത്രീയുടെ പദ്ധതി വിജയിച്ചു. കാരണം ഞാൻ അന്ന് അയാളെ തുറന്നു വിടുമ്പോൾ അവരെയും കൂടെ വിളിച്ച് വരുത്തിയിട്ടാണ് തുറന്നു വിട്ടത്. രജിസ്റ്ററിൽ എഴുതി വെപ്പിച്ചു, ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല, ഭാര്യയുടെ കൂടെ സമാധാനമായിട്ട് കഴിഞ്ഞോളാന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ചിട്ടാണ് വിട്ടത്. ആ സമയത്ത് ഞാൻ ഈ സ്ത്രീ പറഞ്ഞ കാര്യം അയാളോട് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിട്ടും ആ പെണ്ണ് നിങ്ങളെ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്നാൽ നിങ്ങൾ ഈ കിടന്ന അത്രയും സമയം ഇവരെന്ത് വിഷമിച്ചു, ഇവര് ഓരോ പ്രാവശ്യം വന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ലേ, അപ്പം ഇവരുടെ സ്നേഹമല്ലേ വലുത്, അത് നിങ്ങൾ അങ്ങോട്ടേക്കും കൊടുക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊക്കെയാണ് വിട്ടത്. അപ്പൊ അയാൾ വളരെ മര്യാദയോടെ ഒരു 1-2 ദിവസത്തോളം സ്റ്റേഷനിൽ കിടന്നതിന്റെ ഒരു മര്യാദ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അയാൾ എന്നോട് കാലിലൊക്കെ വീണ് മാപ്പൊക്കെ പറഞ്ഞിട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയി. സംഭവം കഴിഞ്ഞ് ഏകദേശം 1.5-2 മാസം എനിക്കൊന്ന് സ്റ്റേഷനിൽ നിന്ന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങൾ മറന്നേ പോയി. പക്ഷെ ഈ സ്ത്രീ ഒരു പൊതിയുമായിട്ട് എന്നെ കാണാൻ വന്നു. അവർ വീട്ടിലുണ്ടാക്കിയ ചില പലഹാരമാണ്. പള്ളി പെരുന്നാളിന്റെ സമയത്ത് എങ്ങാണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടുന്നൊക്കെ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു അവരുടെ വനിതാ കൂട്ടായ്മയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ പലഹാരങ്ങളാണ്, വെള്ളപ്പം, ഊത്തപ്പം, അതുപോലുള്ള നാടൻ പലഹാരങ്ങളും കൊണ്ട് അവര് എന്നെ കാണാൻ വന്നു. നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സാറ് ചെയ്ത വലിയ ഉപകാരമായിരുന്നു, കാരണം അതിന് ശേഷം അവൻ ആ പെണ്ണുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, ഇപ്പൊ വലിയ മര്യാദ രാമനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴും മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 അടിയൊക്കെ അടിക്കും, പക്ഷെ കുഴപ്പമില്ല, കുട്ടികളോട് സ്നേഹമാണ്, ഇപ്പൊ ചിലവിന് തരുന്നുണ്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അപ്പൊ അതുകൊണ്ട് വലിയ ഉപകാരം സാറേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത്. എനിക്ക് ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർക്ക് അറിയാവുന്ന പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വനിതാ ഓഫീസറാണ്. അവര് ഉപയോഗിച്ചെനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയതുകൊണ്ടായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അവരത് ചെയ്യുന്നത്. പക്ഷെ പോലീസിലെ ഇതുപോലുള്ള രസകരമായ സംഭവമായിട്ട് ഇനി വീണ്ടും നിങ്ങളെല്ലാവരെയും കാണാം. അതുവരെ ബൈ, സസ്നേഹം, ശ്രീലേഖ.